ഒരു ഏജന്റിനെയും കൊണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ലോയറിനെയും കൊണ്ട് വിസ ചെയ്യിക്കുന്നുണ്ടല്ലോ അഡ്വാൻറ്റേജ് എന്താണ്? രണ്ട് ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസ് വരും. ഒന്ന് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരും, പിന്നെ വേറെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് വരും. ഒന്നാമത്തെ കാര്യം, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യത്തിനകത്തും വരുന്ന ചില ക്വസ്റ്റ്യൻസ് വളരെ ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുന്ന ഓരോ വിസയ്ക്കും ടൈം ഓഫ് ആപ്ലിക്കേഷൻ ക്രൈറ്റീരിയയും ടൈം ഓഫ് ഡിസിഷൻ ക്രൈറ്റീരിയയും. ടൈം ഓഫ് ആപ്ലിക്കേഷൻ ക്രൈറ്റീരിയയിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ആയി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. മാസ്റ്റേഴ്സ് കഴിഞ്ഞ് അറിയാമല്ലോ, നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു വിസയാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ. വളരെ സിമ്പിൾ ആയിട്ടുള്ള വിസയാണ്. പക്ഷെ അതിനകത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് അത് നമ്മൾ ആ ടൈം ഓഫ് ആപ്ലിക്കേഷനിൽ അത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ അവരുടെ വിസ റെഫ്യൂസൽ ആയിപ്പോകും. പിന്നെ അടുത്ത ART എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോകണം. അവിടുന്നും കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഫെഡറൽ സർക്യൂട്ട് കോർട്ടിൽ പോകണം, പിന്നെ ഫെഡറൽ ഫുഡ് കോർട്ടിൽ പോകണം. അങ്ങനെ ലാസ്റ്റ് സുപ്രീം കോർട്ട് വരെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പോകാം. കാരണം നമ്മൾ ടൈം ഓഫ് ആപ്ലിക്കേഷൻ ക്രൈറ്റീരിയയിൽ ചെയ്യേണ്ട കാര്യം ചെയ്തു. പിന്നെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം IELTS ഉള്ള ആളായിരിക്കാം, പക്ഷെ ചിലപ്പോൾ അത് IELTS അതിനകത്ത് വെച്ചില്ല. അല്ലെങ്കിൽ ചിലർ വിചാരിക്കും, ഓക്കെ IELTS എൻ്റെ കയ്യിൽ അന്നേരം വിസ ഇന്ന് തീരുവാണ്, ഇന്ന് ഞാൻ ലോഡ് ചെയ്യുവാണ്, തന്നെ ലോഡ് ചെയ്യുവാണ്, പക്ഷെ ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് നാളെ. അപ്പം ഡേറ്റ് നാളെ എടുത്തിട്ടുണ്ടല്ലോ, അത് നാളെ അത് അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ എന്നുള്ള ധാരണയിൽ നമ്മൾ ചെയ്യും. പക്ഷെ ടൈം ഓഫ് ആപ്ലിക്കേഷൻ ക്രൈറ്റീരിയ അവിടെ നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത് വളരെ സിമ്പിൾ ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പല കാര്യങ്ങൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്താലേ ഉള്ളൂ ഇത് പറ്റും.